പ്രോഡക്റ്റ് ആണ് ഐപൾസ്. ആദ്യം നമുക്ക് ഐപൾസിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1,02,700 ഒറാക് സ്കോർ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ള അക്കൈ ബെറി ഫ്രൂട്ട് ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. തെക്കേ അമേരിക്കയിലെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നുമുള്ള ലോകത്തെ ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റ് ഫ്രൂട്ട് ആണ് അക്കൈ ബെറി. ഇതിനു പുറമെ 15ഓളം ഫ്രൂട്ട്സുകളുടെ എക്സ്ട്രാക്ട് ചേരുന്നതാണ് ഐപൾസ്. ഇതിൽ തന്നെ 6 ബെറി ഫ്രൂട്ട്സ്, 8 നോൺ ബെറി ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സ് എന്നിവയും ചേരുന്നു. അക്കൈ ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, കിവി, ആപ്പിൾ, ഓറഞ്ച്, പൊമഗ്രനേറ്റ്, ബനാന, പൈനാപ്പിൾ, കോൺകോർഡ് ഗ്രേപ്പ്, പിയർ, വൈറ്റ് ഗ്രേപ്പ് എന്നീ ഫ്രൂട്ട്സുകൾ ചേരുന്ന ഒരു മിശ്രിതമാണ് ഐപൾസ്. ഇനി ഐപൾസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ശരീരത്ത് വരുത്തുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ആന്റി ഓക്സിഡന്റ് എന്താണെന്നും ശരീരത്ത് ആന്റി ഓക്സിഡന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം. സിഗരറ്റ് സ്മോക്കിംഗ്, അതേപോലെ ആൽക്കഹോൾ ബിവറേജസ് ഉപയോഗിക്കുന്നത് വഴി, അതേപോലെ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ്, വിഷാംശം നിറഞ്ഞ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് വഴി, ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ബേക്കറി ഐറ്റംസ് അതൊക്കെ ഉപയോഗിക്കുന്നത് വഴി, അതേപോലെ UV റേസ് വഴിയൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശരീരത്തിൽ ധാരാളമായും ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഫ്രീ റാഡിക്കൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊരവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കുന്നു. ഇത് കാരണമായി പലവിധമായ ക്യാൻസറുകൾ, കാറ്ററാക്ട്, കാർഡിയോവാസ്കുലർ ഡിസീസ്, ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നീ കണ്ടീഷൻസ് എല്ലാം നമ്മുടെ ശരീരത്തെ എത്തിക്കുന്നു. ഹൃദയത്തിന് തകരാറ്, വൃക്ക തകരാറ്, അതേപോലെ ക്യാൻസറുകൾ, കാറ്ററാക്ട് എന്നീ കണ്ടീഷൻസ് എല്ലാം എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രീ റാഡിക്കലിനെ ശരീരത്ത് നിന്ന് മാറ്റുക എന്ന ഫങ്ഷൻസ് ആണ് ആന്റി ഓക്സിഡൻസ് ചെയ്യുന്നത്. ആന്റി ഓക്സിഡൻസ്, എസൻഷ്യൽ ഓയിൽ, വൈറ്റമിൻസ്, മിനറൽസ്, ആന്റാസിഡ്സ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു എനർജി ഡ്രിങ്ക്, ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ് ഐപൾസ്. കാർഡിയാക് സംരക്ഷണത്തിന് പേര് കേട്ട ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് ഐപൾസ്. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ കെയർ എന്നൊക്കെ അല്ലേ. അപ്പോൾ ഒരു ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് ശരീരത്തെ ഏറ്റവും മികച്ച രീതിയിൽ കെയർ ചെയ്യുന്നത്. കാർഡിയാക് സംരക്ഷണത്തിന് ഏറ്റവും പേര് കേട്ട ആന്റി ഓക്സിഡന്റ് ആണ് ഐപൾസ്. ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തടയാനും ഹാർട്ടിന്റെ ഫംഗ്ഷൻ പ്രോപ്പറായി നടക്കാനും ഐപൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തടയാനും വൃക്കയുടെ ആരോഗ്യത്തെ നിലനിർത്താനും കിഡ്നി ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനും ഐപൾസ് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ ഉയർന്ന കൊളസ്ട്രോളിന്റെ ലെവല്, കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുക, ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുക, ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യുക, ഇതിനെല്ലാം ഇത് സഹായകരമാണ്. മെൻസസ് പ്രോബ്ലംസ്, ഇൻഫെർട്ടിലിറ്റി ഇവയൊക്കെ ട്രീറ്റ് ചെയ്യുന്നു. അതേപോലെ ആസ്മ, വിഷൻ പ്രോബ്ലംസ്, നെർവ് ഡിസോർഡേഴ്സ്, ഇമ്മ്യൂണിറ്റി കുറവായത് കാരണം വരുന്ന ഇൻഫെക്ഷൻസ്, ഇമ്മ്യൂണിറ്റി ഡിസോർഡേഴ്സ്, ആർത്രൈറ്റിസ്, വെരിക്കോസ് വെയിന്, സ്കിൻ പ്രോബ്ലംസ്, ചിലർക്കൊക്കെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും, അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസർ, പലവിധമായ ക്യാൻസേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. PCOD, തൈറോയിഡ്, ജോയിന്റ് പെയിൻ, ബാക്ക് പെയിന്, മുട്ടുവേദന, നീ പെയിന്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയെല്ലാം ട്രീറ്റ് ചെയ്യാൻ ഐപൾസ് ഹെൽപ്ഫുൾ ആണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവരും റീസെന്റായി ബൈപ്പാസ്, സ്റ്റെന്റ് എന്നിവയൊക്കെ കഴിഞ്ഞിട്ടുള്ളവരും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം, ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് പറയാം. 60 ml ആണ് ഒരു ദിവസം നമുക്ക് വേണ്ടത്. 30 ml രാവിലെ, 30 ml വൈകിട്ട്, അങ്ങനെ ദിവസം 2 നേരം വെച്ച് 60 ml ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അത് കാരണം നമ്മൾ ഫ്രിഡ്ജിലാണിത് സ്റ്റോർ ചെയ്യേണ്ടത്. എല്ലാ ഏജിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഡ്രിങ്ക് ആണിത്. ഇതൊരു മെഡിസിൻ അല്ല, ഇതൊരു എനർജി ഡ്രിങ്ക് ആണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസിനെ എല്ലാം ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക, ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന ഒരു എനർജി ഡ്രിങ്ക് ആണ്. എത്ര നാൾ ഇത് യൂസ് ചെയ്യണമെന്നുള്ളത് അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇപ്പം ഒരു മാസത്തിലേക്ക് 2 ബോട്ടിൽ വേണ്ടി വരും. അപ്പോൾ ഒരു 3 മാസം 4 മാസം വെച്ച് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ 1 ലിറ്റർ ആണ് ഐപൾസിന്റെ ഒരു ബോട്ടിലിന്റെ ക്വാണ്ടിറ്റി വരുന്നത്. 3000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലെല്ലാം അവൈലബിൾ ആണ്.